ടു പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് എക്സാമിൻ്റെ ആൻസർ കീയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വൺ വേഡിലോട്ട് പോകാം. വൺ വേഡ് ചിലതൊക്കെ കുറച്ച് കുഴപ്പിക്കുന്നതായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. ഒന്നാമത്തെ ചോദ്യം, മക്ഡൊണാൾഡൈസേഷൻ എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് പ്രതിഭാസവുമായാണ് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നത്? ദ ടേം മക്ഡൊണാൾഡൈസേഷൻ ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫിനോമിനൻ? ഏതാണ് ഉത്തരം വരുന്നത്? ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അയാറാം ഗയാറാം എന്ന പ്രയോഗം ഏത് പ്രതിഭാസത്തെ വിശേഷിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ദ ഫ്രേസ് അയാറാം ഗയാറാം ഈസ് പോപ്പുലർലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് വിച്ച് ഫിനോമിനൻ? ഏതാണ് ഉത്തരം വരുന്നത്? രാഷ്ട്രീയ കൂറുമാറ്റം, പൊളിറ്റിക്കൽ ഡിഫെക്ഷൻ ആണ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന രാജ്യങ്ങളിൽ ഏതാണ് സാർക്കിൽ അംഗമല്ലാത്തത്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് കൺട്രീസ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് സാർക്ക്? ഏതാണ് ഉത്തരം വരുന്നത്? ചൈനയാണ് ഉത്തരം വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ സുന്ദർലാൽ ബഹുർഗുണയും ഡാഷുമായിരുന്നു. ദ ലീഡേഴ്സ് ഓഫ് ദ ചിപ്കോ മൂവ്മെൻറ്റ് വേർ സുന്ദർലാൽ ബഹുർഗുണ ആൻഡ് ഡാഷ്. ഏതാണ് ഉത്തരം വരുന്നത്? ചാന്തി പ്രസാദ് ഭട്ടാണ് ഉത്തരം വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, UNFCCCയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വരുന്നത്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണ് UN സുരക്ഷാ സമിതിയിലെ സ്ഥിര അംഗം? ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺട്രി ഈസ് എ പെർമനൻറ്റ് മെമ്പർ ഓഫ് ദ UN സെക്യൂരിറ്റി കൗൺസിൽ? USA, അമേരിക്കയാണ് ഉത്തരം വരുന്നത്. ഏഴാമത്തെ ചോദ്യം, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? വിച്ച് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇംപ്ലിമെൻറ്റഡ് ദ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്? VP സിംഗ് ആണ് ഉത്തരം വരുന്നത്. എട്ടാമത്തെ ചോദ്യം, 1978 ചൈനയിൽ തുറന്ന വാതിൽ നയവും സാമ്പത്തിക പരിഷ്കാരങ്ങളും പ്രഖ്യാപിച്ച നേതാവ് ആരാണ്? വിച്ച് ലീഡർ അനൗൺസ്ഡ് ദ ഓപ്പൺ ഡോർ പോളിസി ആൻഡ് എക്കണോമിക് റിഫോംസ് ഇൻ ചൈന ഇൻ 1978? ഏതാണ് ഉത്തരം വരുന്നത്? ഡെങ് സിയാവോപിങ്. ഒമ്പതാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ നിന്ന് സ്വതന്ത്ര പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കളെ കണ്ടെത്തുക. സ്വതന്ത്ര പാർട്ടിയുടെ നേതാവ് ആരാണ്? മീനു മസാനിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് SA ഡാംഗെയാണ്. അടുത്തതൊരു മാച്ച് ദി ഫോളോവിങ് ആണ്. മാച്ച് ദി ഫോളോവിങ് അല്ല. പത്താമത്തെ ചോദ്യം, NPT, LTBT എന്നീ ചുരുക്കപ്പേര് പൂർണ്ണ രൂപം എഴുതുക. NPT എന്ന് പറഞ്ഞാൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയാണ് NPT. LTBT എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. 11ാമത്തെ ചോദ്യം, കോളം മാച്ച് ചെയ്യാനാണ്. എ കോളത്തിൽ ഇന്ത്യയുടെ ആണവ നയം. ഏതാണ് ഉത്തരം വരുന്നത്? ആദ്യം ഉപയോഗിക്കില്ല. ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി, നോ ഫസ്റ്റ് യൂസ്. ഷിംല കരാർ. ഏതാണ് ഉത്തരം വരുന്നത്? ഷിംല കരാർ. ഇന്ത്യ പാക് ബന്ധങ്ങൾ, ഇന്തോ പാക് റിലേഷൻസ്, അതാണ് ഷിംല അഗ്രിമെൻറ്റ് വരുന്നത്. മൂന്നാമത്തേത് ബാൻഡൂങ് കോൺഫറൻസ്, ബാൻഡൂങ് സമ്മേളനം. ഏതാണ് ഉത്തരം വരുന്നത്? ചേരിചേര പ്രസ്ഥാനം, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ദലൈലാമ ഏതാണ് വരുന്നത്? ടിബറ്റൻ ആത്മീയ നേതാവ്, ടിബറ്റൻ സ്പിരിച്വൽ ലീഡർ. 12ാമത്തേതും ഒരു മാച്ച് ദി ഫോളോവിങ് ആണ്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്ടോം. എന്താണ് ഉത്തരം വരുന്നത്? ഫസ്റ്റ് ഗൾഫ് വാർ, ഒന്നാം ഗൾഫ് യുദ്ധം. ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്, സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽ ഖ്വയ്ദക്കെതിരായ ക്രൂയിസ് മിസൈൽ ആക്രമണം, ക്രൂയിസ് മിസൈൽ സ്ട്രൈക്ക് അഗെയിൻസ്റ്റ് അൽ ഖ്വയ്ദ ഇൻ സുഡാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. മൂന്നാമത്തേത് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം വരുന്നത് ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം, ഗ്ലോബൽ വാർ ഓൺ ടെറർ. അടുത്തത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഏതാണ് ഉത്തരം വരുന്നത്? US ഇൻവേൻഷൻ ഓൺ ഇറാഖ്, അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം. അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.